വില്ലേജ് ലൈറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹിതർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ജീവിതമെന്ന മഹാസാഗരത്തിൽ നമ്മൾ ഓരോരുത്തരും ഓരോ യാത്രക്കാരാണ്. ചിലർ ശാന്തമായ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ മറ്റു ചിലർ കൊടുങ്കാറ്റുകളെയും തിരമാലകളെയും നേരിടുന്നു. ഒരു ലക്ഷ്യവുമില്ലാതെ വഴിയിൽ തളർന്നു വീഴുന്നവർ ഒരുപാട് പേരുണ്ട്. എന്നാൽ ചിലർ മാത്രം ലക്ഷ്യതീരത്തേക്കെത്തുന്നു. എന്താണ് അവർക്ക് മാത്രം സാധിച്ചത്? അവർക്കുള്ളിലുള്ള ഒരു ശക്തിയെ അവർ തിരിച്ചറിഞ്ഞു. അതിനെ പ്രയോജനപ്പെടുത്തി. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ നിരാശയിലായിരിക്കാം, ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവരായിരിക്കാം. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ ഉജ്ജ്വലിപ്പിക്കണം. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ സ്വയം കണ്ടെത്തണം. നിങ്ങൾ ജനിച്ചത് ഒരടയാളം പതിപ്പിക്കാനാണ്, അനുകരിക്കാനല്ല എന്ന് ബെൻ ഹെവാർഡ് പറഞ്ഞിട്ടുണ്ട്. ദൈവം ഓരോ വ്യക്തിയിലും അത്ഭുതകരമായ കഴിവുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മളെ ആരും പ്രോത്സാഹിപ്പിക്കാൻ വന്നില്ലെങ്കിലും നമ്മുടെ കഴിവുകൾ കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് പാട്ടുപാടാൻ കഴിവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ, അല്ലെങ്കിൽ എഴുതാൻ. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ കഴിവുകളെ തിരിച്ചറിയാതെ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ഇത് നമ്മളെ കൂടുതൽ നിരാശരാക്കുന്നു. സ്റ്റീഫൻ കിങ്ങിനെ അറിയാത്തവർ ആരും ഉണ്ടായിരിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ 30-ലധികം പ്രസാധകർ നിരസിച്ചു. എന്നിട്ടും അദ്ദേഹം ശ്രമം ഉപേക്ഷിച്ചില്ല. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് അതിനെ പൂർണ്ണമായി വികസിപ്പിക്കാൻ ശ്രമിക്കുക. രണ്ടാമതായി, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ അവരുടെ ചിന്തകളാൽ അടിമയാകുമെന്ന് പീറ്റർ മാക്വിലിൻസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. കോപം, ദുഃഖം, ആഗ്രഹം തുടങ്ങിയ വികാരങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളെ തെറ്റായി ബാധിക്കാം. താൽക്കാലികമായി വികാരങ്ങൾക്ക് അടിപ്പെട്ട് പലരും അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്നു. അങ്ങനെയല്ല, വികാരങ്ങളെ നിയന്ത്രിച്ച് ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങൾ ചിട്ടയായി ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക, ബാക്കിയെല്ലാം അതിലേക്ക് വന്നു ചേരും. മൂന്നാമതായി, ആത്മനിയന്ത്രണവും ധൈര്യവും അത്യാവശ്യമാണ്. ധൈര്യം എന്നാൽ ഭയമില്ലാതിരിക്കുക എന്നതല്ല, ഭയമുണ്ടായിട്ട് മുന്നോട്ട് പോകാനുള്ള ശക്തിയാണ് എന്ന് നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ ആത്മനിയന്ത്രണവും ധൈര്യവും അത്യാവശ്യമാണ്. ഭയമോ ആശങ്കയോ ഇല്ലാതിരിക്കുന്നതല്ല ധൈര്യം, മറിച്ച് ഭയമുണ്ടായിട്ട് മുന്നോട്ട് പോകാനുള്ള മനസ്സാണ് യഥാർത്ഥ ധൈര്യം. മഹാത്മാഗാന്ധിയെ പോലുള്ള മഹാരഥന്മാർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിഞ്ഞത് ഈ ധൈര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ നെൽസൺ മണ്ടേല 27 വർഷമാണ് ജയിലിൽ കിടന്നത്. എത്ര വലിയ പ്രതിസന്ധികളെയാണ് അദ്ദേഹം നേരിട്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അദ്ദേഹം ഒട്ടും വ്യതിചലിച്ചില്ല. ഒടുവിൽ അദ്ദേഹം വിജയം കാണുകയും ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. നാലാമതായി, ജീവിതം ഒരു യാത്രയാണ്. വെല്ലുവിളികളെ നാം അവസരമായി കാണേണ്ടതുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ഒരു ലക്ഷ്യമില്ലാത്ത യാത്ര പോലെയാണ് എന്ന് സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുണ്ട്. ജീവിതം ഒരു യാത്രയാണ്. അതിൽ പലതരം വെല്ലുവിളികൾ ഉണ്ടാകാം. ഈ വെല്ലുവിളികളെ ഭയപ്പെടാതെ അവയെ സ്വയം മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങളായി നാം കാണണം. ഓരോ പ്രതിസന്ധിയും നിങ്ങളെ കൂടുതൽ ശക്തരും കഴിവുള്ളവരുമാക്കും. മദ്യപാനവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. ഒരു ഘട്ടത്തിൽ മടുത്ത് പുസ്തകം വലിച്ചെറിഞ്ഞു. പക്ഷേ ഭാര്യയുടെ പ്രോത്സാഹനത്തിൽ അദ്ദേഹം വീണ്ടും എഴുതി. ഇന്ന് അദ്ദേഹം ലോകമറിയുന്ന എഴുത്തുകാരനാണ്. അഞ്ചാമതായി, പോസിറ്റീവ് മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ജീവിതമെന്ന് മാർക്കസ് ഒറേലിയസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നത്. പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു. അതേസമയം നെഗറ്റീവ് ചിന്തകൾ നമ്മളെ പിന്നോട്ട് വലിക്കും. ഒരു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടരുത്. എല്ലാ പ്രശ്നത്തിലും ഒരു വഴിയുണ്ടാകും. അതിനെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആറാമതായി, അച്ചടക്കമുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അച്ചടക്കമാണ് വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് ജിം റോൺ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ അച്ചടക്കത്തിന് വലിയ പങ്കുണ്ട്. എളുപ്പമുള്ള വഴികൾ തേടാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാവുക.
സ്റ്റീവ് ജോബ്സിനെ പോലുള്ളവർക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത് അവരുടെ അച്ചടക്കവും കഠിനാധ്വാനവും കൊണ്ടാണ്. ഏഴാമതായി, ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസവും നിങ്ങൾ സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് റോബിൻ ശർമ്മ പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ഇന്നലെ നിങ്ങൾ എങ്ങനെയായിരുന്നുവോ അതിൽ നിന്ന് ഒരുപടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് എന്ന് ഓർമ്മിക്കുക. നിങ്ങൾക്ക് ശക്തരാകാനും ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനും കഴിയും. ഓർക്കുക, നിങ്ങൾ ശക്തരാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക, ലക്ഷ്യബോധത്തോടെ മുന്നേറുക. വിജയം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. വില്ലേജ് ലൈറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.